ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. അഭിമന്യുവിന്റെ കല്യാണ ദിവസം അതേ മുഹൂർത്തത്തിൽ തന്നെയാ എന്റെയും വിവാഹം. ഒരേ മുഹൂർത്തത്തിലായതുകൊണ്ട് എനിക്ക് അഭിമന്യുവിന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. അതിന് പരിഹാരമുണ്ട്. ആ സമയത്ത് ഞാൻ അമൃതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. താൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഈ പറയുന്ന ഒന്നും നടക്കില്ലെങ്കിലും എല്ലാ അനുഗ്രഹം ഉണ്ടാവാൻ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ ഈശ്വരനോട്. എന്റെ പ്രാർത്ഥന ഫലിച്ചു. അമൃത ഇപ്പോ ഭർത്താവിനൊപ്പം സന്തോഷമായിരിക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് വേണ്ടി അവൾ പ്രാർത്ഥിച്ചതിന് മാത്രം ഫലം ഉണ്ടായില്ല. ഹലോ, എന്തായി? എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? സെർച്ചിങ് നടക്കുക. സിറ്റിയുടെ പല ഭാഗത്തും എന്റെ ആൾക്കാരുണ്ട്. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാ അവരെന്നെ അപ്പോൾ അറിയിക്കും. ഇത്തവണ ഒരു പാളിച്ച പറ്റരുത്, അറിയാലോ. അത്ര കഷ്ടപ്പെട്ടിട്ടാ ഞാൻ അവറ്റകളെ പുറത്തിറക്കിയത്. അറിയാം കലാവതി, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. അവളുമാര് പുറത്തിറങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. കൂടുതൽ സമയം അവര് സിറ്റിയിൽ നിൽക്കാൻ സാധ്യതയില്ല. അതിനു മുൻപ് പിടി വീഴണം, മനസ്സിലായോ? ഇനി കലാവതി എന്നെ വിളിക്കുമ്പോ അവരെന്റെ കസ്റ്റഡിയിലായിരിക്കും. ഇത് കീരിയുടെ വാക്കാ. ഇത്തിരി വെള്ളം ഇങ്ങെടുത്തേ. ഇത്രേ ഉള്ളൂ. ദാ ഇത്തിരി കൂടി വേണമായിരുന്നു. ദാഹം മാറിയില്ല. മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ പറഞ്ഞതാ 2 കുപ്പി വെള്ളം എടുക്കാന്ന്. അപ്പൊ അഖിലേച്ചല്ലേ സമ്മതിക്കാതിരുന്നത്? അതുകൊണ്ടെന്താ, എല്ലാരും ദാഹിച്ച് വശം കിട്ടില്ലേ? വെറുതെ ഒരു തർക്കം വേണ്ട. വിവേക് വന്നാ പിന്നെ നമുക്കെല്ലാം വാങ്ങാലോ. അത് വന്നിട്ടുള്ള കാര്യമല്ലേ. എത്ര നേരമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. ഇതിപ്പോ കയറില്ലാതെ കെട്ടിയിട്ട അവസ്ഥയിലായി. വിവേകിന്റെ പൊടി പോലും കാണാനില്ല. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു സഹായം ചോദിച്ചപ്പോ ഒന്നുകൂടി ഒന്ന് ആലോചിക്കാതെ എല്ലാ സപ്പോർട്ടും തരാന്ന് പറഞ്ഞ ആളാ വിവേക്. പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാ. ആപത്ത് ഘട്ടത്തിൽ സഹായിക്കാൻ വന്ന ആളെ കുറ്റം പറയണ്ട. അതെനിക്കിഷ്ടമല്ല.
അനിയത്തിമാരെ കാണിച്ചു തരണേ. അവർക്ക് ഒരാപത്തും വരുത്തരുതേ. അവരെ നീ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളണേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.